7/1/2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് SC ട്രാൻസ്ഫേഴ്സ് ടു ഇറ്റ് സെൽഫ് ഓൾ പ്ലേയേഴ്സ് റിലേറ്റഡ് ടു സെയിം സെക്സ് മാരേജ്. സെയിം സെക്സ് മാരേജുമായി ബന്ധപ്പെട്ട എല്ലാ പ്ലേയേഴ്സും എല്ലാതരം കേസസും എടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ പെറ്റീഷൻസ് ആർ പെൻഡിംഗ് ഇൻ ഡൽഹി, കേരള ആൻഡ് ഗുജറാത്ത് ഹൈക്കോർട്ട്സ്. ബെഞ്ച് ഡയറക്ട്സ് ദ സെൻറ്റർ ടു ഫയൽ ഇറ്റ്സ് റെസ്പോൺസ് ഓൺ ഓർ ബിഫോർ February 15. The Supreme Court on Friday transferred to itself petitions pending in various high courts seeking legal recognition of same-sex marriage. Legally, same-sex marriages recognize ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പെറ്റീഷൻസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3-judge bench led by Chief Justice of India D.Y. Chandrachud said that there was broad consensus among the petitioners to shift the cases to the Supreme Court for authoritative ruling on the issue. അപ്പോൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള റൂളിങ്ങിന് ഈ മൂന്ന് പറഞ്ഞ പെറ്റീഷനേഴ്സും ഈ പറയുന്ന പല ഹൈക്കോടതികളിലായിട്ട് പെൻഡിങ് ആയിരിക്കുന്ന ഈ മൂന്ന് പെറ്റീഷനേഴ്സിൻ്റെയും ബ്രോഡായിട്ടുള്ള കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനം, എഗ്രിമെൻറ്റ്. ഈ അവർ എഗ്രി ചെയ്തിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. Batches of petitions were pending before Delhi, Kerala and Gujarat High Courts. The bench, also comprising Justice P.S. Narasimha and J.B. Pardiwala, directed the center to file its response on the petitions on or before February 15. February 15 എന്താണ് സെൻട്രൽ റെസ്പോൺസ് എന്ന് പറയാൻ വേണ്ടി സെൻറ്ററിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫൈറ്റ് ഫോർ പാരിറ്റി എന്ന് പറഞ്ഞത് തുല്യതയ്ക്ക് വേണ്ടി, ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ്. ബാച്ച് ഓഫ് പെറ്റീഷൻസ് ഈ സീക്കിംഗ് ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് സെയിം സെക്സ് മാരേജ്. ലുക്ക് അറ്റ് വാട്ട് പെറ്റീഷനേഴ്സ് ആർഗ്യൂ. സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇസ് ആൻ എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് ദി ഐഡൻറ്റിറ്റി ആൻഡ് ഡിഗ്നിറ്റി വിച്ച് ആർ എംബഡഡ് ഇൻ ദ റൈറ്റ് ടു ലൈഫ് എത്രയാണ്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. അപ്പോൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് റൈറ്റ് ടു ലൈഫ് ആണെന്ന് പറയുന്നത്. ലോ പ്രൊട്ടക്ട്സ് ആൻഡ് റെക്കഗ്നൈസസ് കമ്പാനിയൻഷിപ്പ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഡിസിഷൻ ടു മാരി ഓർ നോട്ട് ഈസ് വൺ ഓഫ് ലൈഫ്സ് മൊമെൻറ്റസ് ആക്ട്സ് ഓഫ് സെൽഫ് ഡിസിഷൻ. മാരി ചെയ്യണോ, കല്യാണം കഴിക്കണോ, വിവാഹം കഴിക്കണോ, അല്ലെങ്കിൽ കഴിക്കണ്ടേ എന്നുള്ളത് ഒരു മൊമെൻറ്റസ് ആയിട്ടുള്ള ആക്റ്റാണ്. സെൽഫ് ഡിസിഷൻ എന്ന് വരുന്ന സ്വന്തം തീരുമാനത്തിൽ നിന്ന ഒരു മൊമെൻറ്റസ് ആക്റ്റാണ്. സെക്ഷൽ ഓട്ടോണോമി ആൻഡ് ദ ഫ്രീഡം ടു ചൂസ് വൺസ് പാർട്ട്ണർ ഈസ് ഇൻ ഇൻട്രൻസിക് പാർട്ട് ഓഫ് ദ സെൻസ് ഓഫ് സെൽഫ്ഹുഡ്. അപ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ് ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതും. അതുപോലെ തന്നെ അങ്ങനെയുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസിഷൻസാണ് അതുകൊണ്ട് പാരിറ്റിക്ക് വേണ്ടിയുള്ളൊരു ഫൈറ്റാണെന്നാണ് പറയുന്നത്. സോ SC എല്ലാതരം പെറ്റീഷൻസ് ഇതുമായി ബന്ധപ്പെട്ട സെയിം സെക്സ് മാരേജസ് ആയിട്ടുള്ള എല്ലാ പെറ്റീഷൻസും സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അടുത്ത ന്യൂസ്, ഇന്ത്യസ് GDP ലൈക്ലി ടു ഗ്രോ 7% ദിസ് ഫിസിക്കൽ സെയ്സ് NSO. ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അപ്പോൾ NSO പറഞ്ഞിരിക്കുന്നത് 7% GDP 2022-23 വർഷത്തിൽ ഈ ഫിസിക്കൽ ഇയറിൽ ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. NSO MOSPI എന്ന മിനിസ്ട്രിയുടെ താഴെയാണ്. ഏതാണ് MOSPI? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPI. Of the 176 Malayalam films released in 2022, over 90% failed at the box office. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസും വളരെ ഡിസാർട്ടനിങ് ആയിട്ടുള്ള ന്യൂസാണ്. 176 മലയാളം ഫിലിംസ് റിലീസ് ചെയ്തിട്ട് 2022 90% ഫെയിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇൻഡസ്ട്രിക്ക് വളരെ വലിയ നഷ്ടം സംഭവിച്ച വർഷമാണെന്ന് പറയുന്നത്. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് സഫേർഡ് ആവറേജ് ലോസ് ടു ട്യൂൺ ഓഫ് 300 crore in 2022. 300 കോടിയുടെ ലോസ് 2022 ഫേസ് ചെയ്തു എന്നാണ് പറഞ്ഞത് ബൈ ദ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, KFPA. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. എ ബ്രീഫ് റെസ്പൈറ്റ്, റഷ്യസ് ടെമ്പററി ട്രൂസ് ഷുഡ് ബി ദ ബേസിസ് ഫോർ ലാസ്റ്റിംഗ് സൊല്യൂഷൻ. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്? റഷ്യ-ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടാണ്. ഈ കോൺഫ്ലിക്റ്റിൽ താൽക്കാലികമായിട്ടുള്ളൊരു നിർത്തലുണ്ടായിട്ടുണ്ട്, ഒരു സീസ് ഫയർ ഉണ്ടായിട്ടുണ്ട്. 36 മണിക്കൂർ സീസ് ഫയർ റഷ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് വഴിതെളിക്കണമെന്നും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് രണ്ട് രാജ്യങ്ങൾ തമ്മിലും ഗ്ലോബൽ നേഷൻസ് ഇടപെട്ട് അതൊരു പെർമനൻറ്റ് ട്രൂസാക്കി മാറ്റണമെന്നും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാക്കി മാറ്റണമെന്നുമാണ് എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസിഷൻസ് ടു ഒബ്സർവ് എ 36-hour ceasefire on the front line in Ukraine's come at a time when his troops are struggling to cope with a series of battlefield attacks or setbacks and mounting casualties. അപ്പോൾ ഈ 36 മണിക്കൂർ സീസ് ഫയർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്രൂപ്സിനൊരു സെറ്റ് ബാക്ക് നേരിടുമ്പോഴാണ്. മുഴുവൻ സമയവും റഷ്യ ഡോമിനേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചൊരു വാർ അൾട്ടിമേറ്റ്ലി ഉക്രൈനും കൂടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റഷ്യക്കും സെറ്റ് ബാക്കുകൾ ഉണ്ടായി എന്ന് പറയുന്നു. It has ordered the ceasefire from Friday noon till Saturday midnight as Orthodox Christians in both countries celebrate Christmas on January 7. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് January 7 പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമയം
സീസ് ഫയർ ആണെന്ന് പറയുന്നു. ഉക്രൈൻ ഹാസ് ക്വസ്റ്റ്യൻ റഷ്യ സിൻസിയറിറ്റി സെയിങ് ദറ്റ് ക്രെംലിൻ വുഡ് യൂസ് പോസ് ഇൻ ഫൈറ്റിംഗ് ടു റീപ്ലനിഷ് ദ റിയാം ഇറ്റ്സ് ഫോഴ്സസ് ആൻഡ് മൂവ് മോർ സോൾജേഴ്സ് ടു ദ ലൈൻ ഓഫ് കോൺടാക്ട്. ഇതിപ്പം ജനുവരി 7 ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്ന് പറയുമെങ്കിലും ശരിക്കും ഉദ്ദേശിക്കുന്ന എന്താണ്? ഉക്രൈൻ കുറ്റപ്പെടുത്തുന്നത് എന്താണ്? ഈ സമയത്ത് എന്താണ് കുറ്റപ്പെടുത്തുന്നത്? ഈ സമയം ഈ പറയുന്ന സെലിബ്രേഷൻ ആണെന്ന് പറയുന്ന ഒരു ദിവസത്തെ സീസ് ഫയറിൻ്റെ ഇടയിൽ ആംസ് റീപ്ലനിഷ് ചെയ്യാനും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ സാധനങ്ങളൊക്കെ റീപ്ലനിഷ് ചെയ്ത് വീണ്ടും സോൾജേഴ്സിനെ മൂവ് ചെയ്യാനുള്ള ടാക്ടിക്സ് ആണെന്ന് പറയുന്നു. ഉക്രൈൻ ക്വസ്റ്റ്യൻ ദ റഷ്യ സിൻസിയറിറ്റി. ഇത്ര സിൻസിയർ ആയിരുന്നില്ലല്ലോ റഷ്യ എന്ന രീതിയിലാണ് ഉക്രൈൻ പറയുന്നത്. യെറ്റ് ഇറ്റ് ഒബ്സർവ്ഡ് ബൈ ബോത്ത് സൈഡ്സ് ദിസ് വുഡ് ബി ദ ഫസ്റ്റ് സീസ് ഫയർ ഓൺ ദ എൻറ്റയർ ഫ്രണ്ട് ലൈൻ സിൻസ് ദ വാർ ബിഗാൻ ഓൺ February 24 ലാസ്റ്റ് ഇയർ. അപ്പോൾ February 24, 2021 തുടങ്ങിയ വാർ ഇത്രയും നാളായി കണ്ടിന്യൂ ചെയ്തപ്പോൾ ആദ്യത്തെ സീസ് ഫയർ ആണിത്. ആദ്യമായിട്ടാണ് ഒരു ടെമ്പററി പോസ് വാറിന് കൊടുക്കുന്നത്. മിസ്റ്റർ പുട്ടിൻസ് മൂവ് അപ്പിയേഴ്സ് മോർ ലൈക്ലി എ സൈൻ ഓഫ് വീക്ക്നെസ് ദാൻ എനി സീരിയസ് പുഷ് ഫോർ പീസ്. ഇപ്പോൾ പുട്ടിൻ റഷ്യയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പീസ് അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രൈവ് ആണെന്നോ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ മറിച്ച് അതൊരു വീക്ക്നെസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. കാരണം റഷ്യ ലോസ്റ്റ് അറ്റ്ലീസ്റ്റ് 89 സോൾജേഴ്സ് വെൻ ഉക്രൈൻസ് ടാർഗറ്റഡ് ദ ഈസ്റ്റ് സിറ്റി ഓഫ് മാക്കിവ്ക വെയർ ഹൺഡ്രഡ്സ് ഓഫ് ട്രൂപ്സ് വർ ടെമ്പററി സ്റ്റേഷൻ. അപ്പോൾ 89 സോൾജേഴ്സാണ് ഈ ന്യൂ ഇയേഴ്സ് ഡേന്, അതായത് January 1 റഷ്യക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ ടെമ്പററി ട്രൂസ് പീരീഡ് അല്ലെങ്കിൽ സീസ് ഫയർ ഓർഡർ എന്ന് പറയുന്നത് തന്നെ എന്തായിട്ട് കാണണം? റഷ്യക്ക് കിട്ടിയ സെറ്റ് ബാക്ക് അല്ലെങ്കിൽ റഷ്യേൻ്റെ വീക്ക്നെസ് ആയിട്ട് കാണണം. കാരണം റഷ്യൻ ഫോഴ്സസിന് ഏറ്റ അടിക്കനുസരിച്ചാണ് ഈ പറഞ്ഞ പോലെ റീപ്ലനിഷ് ചെയ്യാനും രണ്ടാമതും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുക്കുന്നത് പോലെയാണ് ഈ സീസ് ഫയർ കാണേണ്ടതെന്ന് ഉക്രൈൻ പറയുന്നത്. റഷ്യ വിച്ച് മേഡ് സം ടെറിട്ടോറിയൽ ഗെയിൻസ് ഇൻ ദ ഏർലി ഫേസ് ഓഫ് ദ വാർ ഹാസ് ബീൻ സ്ട്രഗ്ലിംഗ് ടു ബിൽഡ് ബാറ്റിൽ ഫീൽഡ് മൊമെൻറ്റം എവർ സിൻസ് ഉക്രൈൻ ആംഡ് ആൻഡ് ബാങ്ക്റോൾഡ് ബൈ ദ കളക്റ്റീവ് വെസ്റ്റ് സ്റ്റാർട്ടഡ് ഇറ്റ് കൗണ്ടർ ഒഫൻസീവ് ഇൻ ലേറ്റ് ഓഗസ്റ്റ്. അപ്പോൾ ഈ ബാങ്ക്റോൾഡ് ബൈ ദ കളക്റ്റീവ് വെസ്റ്റ്, ഈ കളക്റ്റീവ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉക്രൈൻ ആക്ച്വലി സപ്പോർട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസാണ്. ഇപ്പോൾ USA, ജർമ്മനി പോലുള്ള വെസ്റ്റേൺ കൺട്രീസ്, അവരൊക്കെ നാറ്റോ അലയൻസിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഉക്രൈൻ അല്ല, മറിച്ച് നാറ്റോ അലയൻസ് എന്ന് പറയുന്നത് ഈ വലിയ രാജ്യങ്ങളാണ്. USA, ജർമ്മനി പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഫണ്ടിങ് സഹായവും ഉക്രൈന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ആക്ച്വലി ഒരു സൈഡിലും, മറിച്ച് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് നാറ്റോ അലീസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വാറിൽ കാണാനുണ്ട്. കാരണം ആദ്യം കുറച്ച് ടെറിട്ടോറിയൽ ഗെയിൻ ഉണ്ടാക്കി എന്ന് പറയുന്നു റഷ്യ, ചില സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ സൈഡിൽ ഓഗസ്റ്റിന് ശേഷം എന്താണ് ഉക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങിയെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉക്രൈൻ റീക്യാപ്ചർഡ് സ്വാത്തസ് ഓഫ് ടെറിട്ടറീസ് ഫ്രം റഷ്യ ഇൻക്ലൂഡിങ് മച്ച് ഓഫ് ഈ പറഞ്ഞ ഒരുപാട് സിറ്റീസ് തിരിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഉക്രൈൻ റീക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് ഈ പറയുന്ന റഷ്യ മറ്റേ വെസ്റ്റേൺ കൺട്രീസ് ബാക്ക്ഡപ്പ് ആയിട്ടുള്ള ഉക്രൈനുള്ള സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ നാറ്റോ അലീസിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിളാണ് ദ US ആൻഡ് ജർമ്മനി ഹാവ് ഓൾറെഡി അനൗൺസ്ഡ് ദാറ്റ് ദേ വുഡ് സെൻഡ് പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ടു ഉക്രൈൻ. ദ US, ഫ്രാൻസ് ആൻഡ് ജർമ്മനി വുഡ് ആൾസോ ബി സെൻഡിങ് ആർമഡ് വെഹിക്കിൾസ് ടു ബെറ്റർ പ്രിപ്പയർ ഫോർ കമ്മിങ് ലാൻഡ് വാർ. അപ്പോൾ എല്ലാതരം സഹായവും US-ഉം ജർമ്മനിയും പോലുള്ള വലിയ രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഉക്രൈന്. അതുകൊണ്ട് തന്നെ ശരിക്കും റഷ്യ കോണേർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഈ പറഞ്ഞ 36 മണിക്കൂർ സീസ് ഫയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലോബൽ കൺട്രീസ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വാർ വേണ്ടെന്ന് വിചാരിക്കുന്ന കൺട്രീസ് മുഴുവൻ പീസ് റിസ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? ഈ പറയുന്ന ടെമ്പററി ട്രൂസ് ഒരു ലാസ്റ്റിംഗ് പീസാക്കി മാറ്റണം എന്ന് പറയുന്നു, ഒരു ലാസ്റ്റിംഗ് സൊല്യൂഷനാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ചർച്ചകൾ വേണം, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഇടപെടണം, അതുപോലെ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാവരുടെയും എഫേർട്സും കളക്റ്റീവായിട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു സീസ് ഫയർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷനാക്കി മാറ്റാൻ പറ്റുള്ളൂ. എക്കോണമിയുമായി ബന്ധപ്പെട്ട ന്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ടേമിംഗ് ഇൻഫ്ലേഷൻ ഈസ് ടോപ്പ് പ്രയോറിറ്റി ഫോർ സൗത്ത് ഏഷ്യൻ നേഷൻസ് സെയ്സ് RBIൻ്റെ ഗവർണറാണ് ശക്തികാന്ത് ദാസ്. റിസ്ക് ടു ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് കുഡ് റൈസ് ഇഫ് പ്രൈസ് പ്രഷർ പെർസിസ്റ്റ് അറ്റ് ഹൈ ലെവൽസ് സെയ്സ് Indian Central Bank Chief. IMF's says India is a relative bright spot globally, needs to replicate its service exports success in manufacturing. അപ്പോൾ ടേമിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺറെഗുലേറ്റഡ് പ്രൈസ് ഗ്രോത്ത്, കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസിൻ്റെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് റൈസ് ആണ് എന്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഗ്രോയിങ് എക്കോണമീസിന് എല്ലാ രാജ്യത്തും, ഇപ്പോൾ സൗത്ത് ഏഷ്യൻ നേഷൻസിലെ എല്ലാ രാജ്യത്തും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈസ് റൈസ് ആണ്. ഇപ്പോൾ ഡിമാൻഡിൻ്റെ റൈസും അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാക്കുന്ന പ്രൈസ് റൈസും. അപ്പോൾ കമ്മോഡിറ്റീസിൻ്റെയും സർവീസിൻ്റെയും പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ ഇൻഫ്ലേഷൻ കൂടും. ആ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഗ്രോത്തിനെ ബാധിക്കും. ഒരു എമൗണ്ട് ഓഫ് ഇൻഫ്ലേഷൻ നല്ലതാണ്, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ ഗ്രോത്തിനെ അത് ബാധിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേമിംഗ് ഇൻഫ്ലേഷൻ ഈസ് എ ടോപ്പ് പ്രയോറിറ്റി ഫോർ സൗത്ത് ഏഷ്യൻ നേഷൻ കൺട്രീസ് ആസ് റിസ്ക് ടു ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് കുഡ് റൈസ് ഇഫ് പ്രൈസ് പ്രഷേഴ്സ് പെർസിസ്റ്റ് അറ്റ് ഹൈ ലെവൽസ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ RBIൻ്റെയും പോളിസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, അതൊക്കെ എന്തിനാണ്? ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്യൂവൽ ഫുഡ് ഇൻഫ്ലേഷൻ, ഹെവി ഡിപ്പെൻഡൻസ് ഓൺ ലിമിറ്റഡ് ഫോസിൽ ഫ്യൂവൽസ് ഹാഡ് മെയ്ഡ് ഇറ്റ് വളറബിൾ ടു ഫ്യൂവൽ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിലെന്താണ്, നമ്മൾ അതിഭീകരമായിട്ട് മറ്റ് രാജ്യങ്ങൾ എന്തിനാണ് പെട്രോളിയം പ്രൊഡക്ഷനും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിനൊക്കെ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തുണ്ടാക്കും? അത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ അത് കൂട്ടും. കാരണം എക്കോണമി മുഴുവനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന 80% ഓഫ് ദി ഫ്യൂവൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് പുറത്തുനിന്നാണ്, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് എക്കോണമിയെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.